ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇൻസ്റ്റൻറ്റ് മാംഗോ പിക്കിളാണ്. ഇത് നമുക്ക് ഉണ്ടാക്കിയ അന്ന് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നമുക്ക് നോക്കാം. 2 മീഡിയം സൈസിലുള്ള മാങ്ങ തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് വച്ചിരിക്കുകയാണ്. തൊലിക്ക് അധികം കട്ടിയില്ലാത്ത ടൈപ്പ് മാങ്ങയാണെങ്കിൽ തൊലി കളഞ്ഞില്ലേലും കുഴപ്പമൊന്നുമില്ല. ഇതേ സൈസിൽ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. പിന്നെ നമുക്ക് കുറച്ച് പച്ചമുളക് വേണം. ഞാനൊരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതേ സൈസിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു വലിയ സൈസ് ഇഞ്ചി വേണം. അത് ഞാനിവിടെ സ്ലൈസ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു തണ്ട് കറിവേപ്പില വേണം. അതുപോലെ ഒരു 13 വെളുത്തുള്ളി സ്ലൈസ് ചെയ്തത് വേണം. അതുപോലെ നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി വേണം. എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്താൽ കുറച്ച് കളർ കിട്ടാൻ നല്ലതാണ്. 1 ടീസ്പൂണോളം കടുകും 1 ടീസ്പൂണോളം ഉലുവയും വേണം. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഇൻസ്റ്റൻറ്റ് പിക്കിൾ ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് വേണ്ട കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഉലുവയും കടുകും ചേർത്ത് കൊടുക്കാം. ഉലുവയുടെ കളർ മാറിയും അതുപോലെ കടുക് നന്നായിട്ട് പൊട്ടി വരികയും വേണം. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റണം. അതിൻ്റെ കളറൊന്ന് മാറി ഒരു ചെറിയ യെല്ലോ ഷെയ്ഡ് വരുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുത്ത് വഴറ്റുക. അത് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കണം. പിന്നീട് കറിവേപ്പില, ഇതൊക്കെ ഒന്ന് പതുക്കെ വഴന്ന് വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ കായപ്പൊടിയും ഉലുവാപ്പൊടിയും. ഇതൊന്ന് വഴന്ന് കഴിഞ്ഞ് നമ്മൾ പിക്കിൾ ഉണ്ടാക്കി കഴിയുമ്പോൾ എരിവ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എരിവ് ഇത്തിരിയൂടെ വേണമെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടി മുളക് പൊടിയോ അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടിയോ എന്തെങ്കിലും ആഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കുറച്ച് മാങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. നമുക്കിതിന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ ഇതിലേക്ക് കുറച്ചുകൂടി മുളക് ഞാൻ ചേർക്കാൻ പോവാണ്. ഒരു 2 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുത്തു. നിങ്ങൾ എരിവ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഇതിനി ഒരുവിധം നമുക്ക് വേവിക്കുന്ന രീതിയിലാക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പിക്കിൾ ഉണ്ടാക്കി കഴിഞ്ഞ് വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. നമ്മൾ ഉണ്ടാക്കുന്ന ആ നേരം തൊട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഉപ്പും എരിവൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി ഇടയ്ക്ക് വേണമെങ്കിൽ ചേർത്തോളൂ. അതുപോലെ ഈ മാങ്ങയ്ക്ക് നല്ല പുളി ഉള്ളതുകൊണ്ട് ഞാൻ വിനാഗിരി ചേർക്കണില്ല. അതും നിങ്ങളുടെ മാങ്ങയുടെ പുളി അനുസരിച്ച്, പുളി കുറവുള്ള മാങ്ങയാണെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഞാൻ പുളി ഉള്ളതുകൊണ്ട് അത് ഒഴിവാക്കിയേക്കാണ്. അങ്ങനെ മാങ്ങ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ തിക്കായിട്ടിരിക്കണമെങ്കിൽ നിങ്ങൾ വെള്ളം ചേർക്കണ്ട. ഞാൻ കുറച്ച് ചാറുണ്ടാകാൻ വേണ്ടിയിട്ട് ഇത്തിരി ചൂടുവെള്ളം ചേർക്കാൻ പോവാണ്. അത് അവരവരുടെ ഇഷ്ടം പോലെയാണ്. അങ്ങനെ നമ്മുടെ ഇൻസ്റ്റൻറ്റ് മാംഗോ പിക്കിൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇന്ന് തന്നെ ഉപയോഗിച്ച് തുടങ്ങാനായിട്ട് സാധിക്കും. അതുപോലെ ഫ്രിഡ്ജിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ 1 മാസത്തോളം യാതൊരു കേടും കൂടാതെ തന്നെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതേ രീതിയിലൊരു പിക്കിൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഇനിയുള്ള റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ റെസിപ്പീസും ഫോളോ ചെയ്യാൻ സാധിക്കും.